കോഴിക്കോട് ദേശീയ ഗീതത്തെ അപമാനിച്ച സംഭവത്തിൽ ബി.ജെ.പി കൗൺസിലർമാർ നിയമ നടപടിയിലേക്ക്. ദേശീയ ഗീതത്തെ അപമാനിച്ച കോർപ്പറേഷൻ മേയർക്കും CPM കൗൺസിലർമാർക്കും എതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുക. ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കുമെന്ന് അറിയിച്ചിരുന്നുവെന്ന് ബി.ജെ.പി കൗൺസിലർമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അനഘ, ഇതൊരു ചെറിയ സംഭവമല്ല, ഇതങ്ങനെ വിടാനും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പി ഒരിക്കൽ കൂടി പറയുന്നത്. എന്താണ് ബി.ജെ.പിയുടെ തുടർ നടപടി? രാഖി, ഇന്ന് രാവിലെയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത്. ഈ ചടങ്ങിനിടെയാണ് ബി.ജെ.പി കൗൺസിലർ നേരത്തെ തന്നെ ഈ കോഴിക്കോട് കോർപ്പറേഷൻ മേയറായിട്ടുള്ള സദാശിവത്തോടും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി മേയറോടും CPM കൗൺസിലർമാരടക്കമുള്ളവരോടും തങ്ങൾ ദേശീയ ഗാനം ആലപിക്കുമെന്ന് പറയുകയും ദേശീയ ഗീതം ആലപിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടെ ചടങ്ങ് നടക്കുന്നതിനിടെ ബി.ജെ.പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വന്ദേമാതരം ആലപിച്ചു തുടങ്ങിയതിനു ശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന മേയറും CPM കൗൺസിലർമാരും ഈ ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേഷൻ മേയറുടെയും CPM കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ദേശീയ ഗാനം ആലപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരേ സമയം ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അപമാനിക്കുന്ന രീതിയിലുള്ള നടപടിയായിരുന്നു ഈ കോർപ്പറേഷൻ മേയറുടെയും അതുപോലെ CPM കൗൺസിലർമാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നിയമ നടപടിയിലേക്ക് കടക്കും എന്ന് ബി.ജെ.പി കൗൺസിലർമാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഇവർ ഉടൻ തന്നെ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഖി, ശരി അനഘ, എന്തായാലും കോഴിക്കോട് ദേശീയ ഗീതത്തെ അപമാനിച്ച് അവഹേളിച്ച സംഭവത്തിൽ ബി.ജെ.പി കൗൺസിലർമാർ നിയമ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അനഘ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.